ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും EJ വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ US എങ്ങനെ ഫുഡ് ഡെലിവറി ചെയ്ത് ഏൺ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നാട്ടിലെ സ്വിഗ്ഗി എന്നൊക്കെ പറയുന്ന ആപ്പ് പോലത്തെ ഇവിടുത്തെ ഡോഡാഷ് എന്ന് പറയുന്ന ഒരു ആപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഫുഡ് ഡെലിവറിക്ക് വേണ്ടി. അപ്പോൾ ഫുൾ ടൈമായും പാർട്ട് ടൈമായിട്ടും നമുക്ക് ചെയ്യാവുന്നതാണ്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഒരു ടൈം ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ടൈമിൽ നമ്മൾ വർക്ക് ചെയ്യും. അതായത് നമ്മൾ ആ ടൈമിൽ നമ്മൾ ആ ലൊക്കേഷനിൽ ചെല്ലുന്നു, അവിടുത്തെ നമ്മുടെ ആപ്പിൽ ഓൺ ആക്കി ഇട്ടിട്ട് നമുക്ക് വരുന്ന ഓർഡർ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ ഡെലിവറി കംപ്ലീറ്റ് ചെയ്യുന്നു. അങ്ങനെ ഇന്നത്തെ ദിവസം ഒരു 7 to 8 വരെ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. ആ ടൈമിൽ എത്രത്തോളം നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഗായ്സ്, ആക്ച്വലി നമുക്ക് ഡോഡാഷിൻ്റെ ആപ്പ് ഞാനിപ്പോൾ പരിചയപ്പെടുത്തി തരാം. അതായത് നമ്മുടെ ഫോണിൽ ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ റെഡ് കളർ ബാഗ്, അതാണ് നമ്മുടെ ഡ്രൈവർ ആപ്പ്. ഡോഡാഷിൻ്റെ ഡ്രൈവർ ആപ്പാണ് ഈ റെഡ് കളർ ബാഗിൽ, അതായത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് റെഡ് കളർ ബാഗായിട്ട് കാണുന്നത്. അതുപോലെ തന്നെ ഡോഡാഷിൻ്റെ മറ്റൊരു ആപ്പ് കൂടെ ഉണ്ട്. അതായത് നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാനായിട്ടുള്ള ഒരു ആപ്പ് കൂടെ ഉണ്ട്. അതായത് ഇപ്പം ഞാനൊരു കസ്റ്റമർ ആണെങ്കിൽ എനിക്കൊരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഓർഡർ ചെയ്യാനായിട്ടുള്ള നമ്മൾ ഊബർ ഈറ്റ്സിൻ്റെ ഇല്ലേ സ്വിഗ്ഗിയുടെയൊക്കെ ആപ്പ് പോലത്തെ ഡോഡാഷിൻ്റെ മറ്റൊരു ആപ്പ് കൂടെ ഉണ്ട്. അത് ഞാൻ ഇപ്പം നിങ്ങളെ കാണിച്ചു തരാം. ഈ വൈറ്റ് കളർ കാണുന്നുണ്ടോ? വൈറ്റ് കളറിൽ ഡോഡാഷിൻ്റെ ഒരു ഡി എന്നുള്ള ഒരു അവരുടെ ലോഗോയാണ് അത് റെഡ് കളർ വരുന്നത്. അതാണ് നമുക്കുള്ള നോർമൽ ഡോഡാഷിൻ്റെ ആപ്പ് ഫുഡ് ഓർഡർ ചെയ്യാനായിട്ട്. അപ്പം നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ റെഡ് കളർ ഈ ആപ്പാണ്. അപ്പം നമുക്ക് ആദ്യം തന്നെ അതൊന്ന് സൈൻ ചെയ്യണം. ഇപ്പോൾ ഓൾറെഡി എനിക്ക് അക്കൗണ്ട് ഉള്ളതുകൊണ്ട് നമ്മളത് ഓട്ടോമാറ്റിക്കലി നമുക്ക് സൈൻ ചെയ്യുകയാണ്. ഇതാണ് ആപ്പിൻ്റെ ഹോം പേജ്. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പം ആ റെഡ് കളർ കാണുന്ന ഏരിയാസ് എല്ലാം ചെറിയ രീതിയിൽ തിരക്കുള്ള ഏരിയാസാണ്. അതായത് ആ നീല ഡോട്ട് കാണുന്നതാണ് എൻ്റെ ലൊക്കേഷൻ. സോ ഇപ്പം നിങ്ങൾക്ക് ഡാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഡാഷ് നോ കൊടുത്താൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഡാഷ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ യൂഷ്വലി നിങ്ങൾക്ക് കാണാം സൈഡിലേക്കൊക്കെ വരും തോറും റെഡ് കളർ കൂടി ഏരിയാസും ഉണ്ട്. ഇപ്പം നമ്മൾ നിൽക്കുന്ന ഏരിയാസ് ചെറിയ രീതിയിൽ റെഡ് ഉള്ളൂ. മീൻസ് ആ ഏരിയ ഒരു ഓക്കെ എന്നുള്ള രീതിയേ ഉള്ളൂ ബിസി ആയിട്ട്. പക്ഷേ ഇപ്പുറത്തേക്ക് പോരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബിസി, വെരി ബിസി എന്നൊക്കെ പറഞ്ഞ് അവിടെയെല്ലാം ഒരുവിധം നല്ല രീതിയിൽ തിരക്കുണ്ടാവും. നമുക്ക് കൂടുതലായിട്ട് ഓട്ടവും കിട്ടും അങ്ങനെയുള്ള ഏരിയാസിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ. പിന്നെ നമുക്ക് ആപ്പിൽ പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഷെഡ്യൂൾ എന്നും പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോരോ സ്ഥലങ്ങളും ഡേറ്റും. ഇപ്പം നമുക്ക് ഏത് ഡേറ്റിലേക്കാണോ നമുക്ക് ഡാഷ് ഷെഡ്യൂൾ ചെയ്യേണ്ടത് ആ ഡേറ്റ് നമുക്ക് ചൂസ് ചെയ്തിട്ട് ഏത് ഏരിയ ആണോ വേണ്ടതെന്ന് വെച്ചാൽ ആ ഏരിയ നമുക്ക് ചൂസ് ചെയ്യാൻ സാധിക്കും. ഇപ്പം ഞാൻ സ്റ്റെർലിംഗ് ഹെറൻഡ് എന്ന് പറഞ്ഞ ഏരിയ ഞാൻ ഷെഡ്യൂൾ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി കാണാം എൻ്റെ ആപ്പിൽ ഹോം പേജിൽ അത് വന്നിട്ടുണ്ട്, നമ്മുടെ ഷെഡ്യൂൾ ഡാഷ് എന്നും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും അത് ഡിലീറ്റ് ചെയ്യാം, കാരണം നമ്മളിപ്പോൾ എന്തായാലും ഡാഷ് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ഡിലീറ്റ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഇതാണ് യൂഷ്വലി ഒരു ഷെഡ്യൂൾ ചെയ്യേണ്ട ആ ഒരു പ്രൊസീജിയർ. അപ്പോൾ നമ്മളത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തൊള്ളതെന്ന് പറയുന്നത് നമ്മുടെ അക്കൗണ്ട്, പിന്നെ നമുക്കുള്ള റേറ്റിങ്സ് ആണ്. അതായത് നമ്മുടെ പ്രൊഫൈലിലുള്ള റേറ്റിങ്സ്, നമ്മുടെ കസ്റ്റമർ റേറ്റിംഗ് എത്രയുണ്ട്, അല്ലെങ്കിൽ അക്സെപ്റ്റൻസ് റേറ്റ് എത്രയാണ്, പിന്നെ നമ്മുടെ കംപ്ലീഷൻ റേറ്റ്, ഓൺ ടൈം ആണോ എയർലി ആണോ നമ്മൾ ഡെലിവറി ചെയ്യുന്നത്, പിന്നെ നമ്മുടെ ലൈഫ് ടൈം ഡെലിവറീസ്, ഇതൊക്കെയാണ് നമ്മുടെ ഈ പറയുന്ന റേറ്റിങ്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ വരുന്നത്. ഇപ്പം ബേസിക്കലി ഡാഷ്, ഷെഡ്യൂള്, അക്കൗണ്ട്, റേറ്റിങ്സ്, പിന്നെ ഏണിങ്സ്, ഇതാണ് മെയിൻ മെനു ആയിട്ട് വരുന്നത് നമ്മുടെ ഡോഡാഷിൻ്റെ ആപ്പിൽ. അതിൻ്റെ അകത്ത് ഏണിങ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോ ദിവസവും കിട്ടുന്ന എമൗണ്ടും കാണാൻ പറ്റും. ഒപ്പം തന്നെ ആ ടോട്ടൽ വീക്കിലി ഉള്ളു. ഇപ്പോൾ ഈ വീക്ക് ഞാൻ ചെയ്തിട്ടില്ലാത്തതുകൊണ്ടാണ് 0 എന്നും പറഞ്ഞ് കാണിക്കുന്നത്. അത്രയൊക്കെ ഉള്ളൂ ഈ ആപ്പിൻ്റെ അകത്ത് കാണാനായിട്ട്. നമുക്ക് ബാലൻസ് ഞാൻ ഓൺ ദ വേയിൽ കാണിക്കാം. അപ്പം അതിനു മുമ്പായിട്ട് ഞാൻ ഒന്നുകൂടെ പറയാം. ഇപ്പം ഇതിൻ്റെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മൾ പ്രൊമോഷൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്കുണ്ട് ഈ ആപ്പിൽ. അതിൻ്റെ നമ്മൾ പ്രൊമോഷൻസ് എടുക്കുമ്പം ഓരോ ഏരിയാസിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും $1, $50, $2 ഒക്കെ കാണിച്ചിരിക്കുന്നത്. അതായത് അതാത് ഏരിയാസിൽ നമ്മൾ ആ പറയുന്ന ടൈം ഷെഡ്യൂളിൽ നമ്മൾ ഡെലിവറി ചെയ്യുകയാണെങ്കിൽ ഓരോ ഡെലിവറിക്കും ഈ പറയുന്ന എക്സ്ട്രാ ഏണിങ്സ് ആയിട്ട് നമുക്ക് കിട്ടും. അതായത് എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ സ്റ്റെർലിംഗ് ഹെറൻഡൻ 9 PM to 12 PM നമ്മൾ ഡെലിവറി ചെയ്യുമ്പോൾ ഓരോ ഡെലിവറിക്കും എക്സ്ട്രാ 150 നമുക്ക് ആഡ് ചെയ്ത് കമ്പനി തരുന്നതാണ്. അതായത് നമുക്കൊരു പ്രൊമോഷൻ എന്നുള്ള രീതിയിൽ
കമ്പനിയായിട്ട് തരുന്ന ഒരു എമൗണ്ട് ആണത്. ഇപ്പം നിങ്ങൾക്ക് കാണാം പിന്നെയും അത് മാറി ഏരിയാസിലൊക്കെ കാണിക്കുന്നത് 150 എന്നൊക്കെ. ഇപ്പം ഞാൻ നിൽക്കുന്ന ഏരിയാസിൽ $150 എന്നും പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അത് പ്രൊമോഷൻ എമൗണ്ട് ആണ്. അപ്പം നമ്മൾ ഓരോ ഡെലിവറി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ആ ഏരിയയിൽ ഇപ്പം നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ ആ പറയുന്ന ക്യാഷ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഓട്ടോമാറ്റിക് കയറും. അപ്പോൾ നമുക്ക് അടുത്ത ഓട്ടം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പിക്കപ്പിന് വേണ്ടി പോവുകയാണ്. അപ്പോൾ പിക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഓൺ ദ വേയിൽ കാണാം. ഇപ്പം നമ്മൾ ഫുഡ് എടുക്കാനായിട്ട് കടയ്ക്കുള്ളിൽ വന്നതാണ്. ഇപ്പം കൊറോണയ്ക്ക് ശേഷം ഓൾറെഡി നമുക്കുള്ള ടേക്ക് ഔട്ട് ഓർഡേഴ്സ് എല്ലാം അവർ പാക്ക് ചെയ്തിട്ട് ഇപ്പം ഈ കാണുന്ന പോലെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ജസ്റ്റ് അവിടെ നിന്ന് പേര് നോക്കി കളക്ട് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ കടയിൽ നിന്ന് പിക്കപ്പ് ചെയ്തു, നേരെ വണ്ടിയിൽ കയറുന്നു, തന്നിരിക്കുന്ന അഡ്രസ്സിൽ ഡെലിവറി ചെയ്യുന്നു. അത്രയേ ഉള്ളൂ പരിപാടി. നമ്മൾ സാധനം സേഫായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ ഡെലിവറിക്ക് പോകുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. അതിനകത്ത് മെയിൻ ഒരു കാര്യമാണ് നമ്മൾ ഫോണിൻ്റെ ചാർജർ എപ്പോഴും വണ്ടിയിൽ കീപ്പ് ചെയ്യണം എന്നുള്ളത്. അതായത് നമ്മൾ മാപ്പ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഫോണിൻ്റെ ചാർജ് പെട്ടെന്ന് ഡ്രെയിൻ ആവും. സോ നമ്മൾ ഫുൾ ടൈം മാക്സിമം നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന ടൈമിൽ ചാർജ് ചെയ്തിടുവാണെങ്കിൽ നമുക്ക് അത് ഒരു പരിധി വരെ നമുക്കത് സേവ് ചെയ്യാൻ പറ്റും ബാറ്ററി. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്തൗട്ട് ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററിയിൽ ചാർജ് ഇല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഡെലിവറി ഭയങ്കര പാടായിരിക്കും. കാരണം നമുക്ക് ഒരു കസ്റ്റമറിൻ്റെ അഡ്രസ്സിലേക്ക് നോക്കി പോകുമ്പം വിത്തൗട്ട് ഫോണ് നിങ്ങൾക്ക് ചിന്തിക്കാവുന്ന കാര്യമേ ഉള്ളൂ. നമ്മൾ ഫുൾ ടൈം ആപ്പ് യൂസ് ചെയ്താണ് പോകുന്നത്. കാരണം നമ്മൾക്ക് ഒരു പരിചയമില്ലാത്ത സ്ഥലങ്ങളിലേക്ക് നമ്മൾ ഡെലിവറിക്ക് ചെല്ലുമ്പോൾ മാപ്പ് ഇല്ലെങ്കിൽ, മാപ്പ് ഉണ്ടായിട്ട് തന്നെ നമ്മൾ ഇടയ്ക്ക് കിടന്ന് കറങ്ങും. നമ്മൾ ഗൂഗിൾ മാപ്പൊക്കെ നല്ല രീതിയിൽ കറങ്ങും. അപ്പം വിത്തൗട്ട് മാപ്പ് അത് വലിയ പാടാണ്. അപ്പോൾ എപ്പോഴും നിങ്ങളൊരു ചാർജർ വണ്ടിയിൽ തന്നെ കീപ്പ് ചെയ്യാൻ നോക്കുക. പണ്ടൊക്കെ ഞാൻ ഒരു ചാർജർ വെച്ചിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ മീൻസ് ഇതിൻ്റെ പരിപാടി കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ ചെന്നിട്ട് കുത്തിയിടാനായിട്ട് ഈ സെയിം ചാർജർ കൊണ്ടുപോകും. അപ്പോൾ എന്നാ കുഴപ്പമെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ ചാർജർ പിറ്റേ ദിവസം എടുക്കാൻ മറന്നു പോകും. അങ്ങനെ വരുമ്പോൾ നമുക്കിത് ഭയങ്കര ഇഷ്യൂ ആയിട്ട് മാറും. അതുകൊണ്ട് ഇപ്പം നമ്മൾ 2 കേബിൾ ചാർജർ യൂസ് ചെയ്യുക. ഒന്ന് വണ്ടിക്ക് യൂസ് ചെയ്യുക, വണ്ടിയിൽ നമുക്ക് കണക്ട് ചെയ്യാനും, ഒന്ന് നമുക്ക് റൂമിൽ കണക്ട് ചെയ്യാനും വേണ്ടിയിട്ട്. പിന്നെ മാക്സിമം നല്ലൊരു കണക്ഷൻ എടുക്കാൻ ശ്രമിക്കുക. കാരണം നമുക്ക് നല്ല നെറ്റ്വർക്കുള്ള കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ഓട്ടങ്ങൾ വരുള്ളൂ. ഇപ്പം ചില കണക്ഷനൊക്കെ എടുത്ത ചില ഏരിയാസിൽ ചെന്ന് അവിടെ നെറ്റ്വർക്കിന് കവറേജ് കുറവായിരിക്കും. അങ്ങനെയുള്ള ഏരിയാസിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടം കിട്ടാനും ഭയങ്കര ചാൻസ് കുറവായിരിക്കും. ഈ 2 കാര്യമാണ് മെയിനായിട്ട് നോക്കുന്നത്. പിന്നെയെന്ന് പറയുന്നത് മാക്സിമം ഡെലിവറി ഇൻസ്ട്രക്ഷൻ എല്ലാം ചെക്ക് ചെയ്ത് അത് കറക്റ്റായിട്ട് നോക്കി ഡെലിവറി ചെയ്യുക. ഇല്ലെങ്കിൽ നമ്മുടെ അത് റേറ്റിങ്ങിനെ ബാധിക്കും. റേറ്റിംഗ് ഒരു പരിധി കൂടുതൽ താഴെ പോന്നു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് വരെ ഡീആക്ടിവേറ്റ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് മെയിനായിട്ട് മേക്ക് ഷുവർ ചെയ്യേണ്ടത്. പിന്നെ എപ്പോഴും കസ്റ്റമറിൻ്റെ ഡെലിവറി ഇൻസ്ട്രക്ഷൻ ശ്രദ്ധിക്കുക എന്ന് പറയുന്നതിൻ്റെ കാര്യം, അവർക്ക് ഓരോരുത്തർ പ്രൈവസി ഉണ്ടാവുമല്ലോ. അപ്പം നമ്മൾ ഡോറ് നോക്ക് ചെയ്യണോ വേണ്ടയോ എന്ന് അറിയില്ലെങ്കിൽ നമ്മൾ നോക്ക് ചെയ്യാണ്ട് പോരുന്നതായിരിക്കും ബെറ്റർ. കാരണം ചിലവർ ഡു നോട്ട് നോക്കുന്നോ ഇല്ലെങ്കിൽ ഡു നോട്ട് റിംഗ് ബെല്ലെന്നോ എന്തെങ്കിലും പറഞ്ഞ് ഇൻസ്ട്രക്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ കൊടുക്കുക മീൻസ് അവർക്ക് അതൊരു ഡിസ്റ്റർബൻസ് ആവും എന്നുള്ളത് കൊണ്ടാണ്. ചിലവരുടെ മെയിനായിട്ടൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ എല്ലാ വീട്ടിലും തന്നെ പെറ്റ്സ് ഉണ്ടാവും. എസ്പെഷ്യലി നമ്മുടെ ഡോഗ്സോ ക്യാറ്റ്സ് എന്തെങ്കിലുമൊക്കെ കാണും. അപ്പം നമ്മൾ ഈ ഡോർബെല്ല് റിങ് ചെയ്യുകയോ നോക്ക് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്ത് കഴിയുമ്പം ഇതുങ്ങൾ കിടന്ന് അഗ്രസീവായി ചുമ്മാ കുറച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് മാക്സിമം കസ്റ്റമേഴ്സ് നമ്മളോട് ഡെലിവറി ഇൻസ്ട്രക്ഷനിൽ ഡോറ് നോക്ക് ചെയ്യേണ്ടെന്നോ അല്ലെങ്കിൽ ബെല്ല് റിങ് ചെയ്യേണ്ടെന്നോ ഒക്കെ പറയാൻ ഉള്ളതിൻ്റെ മെയിൻ കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചില ടൈമിൽ നമ്മൾ ചിന്തിക്കുന്നതിന് കൂടുതൽ നമുക്ക് ടിപ്പും കിട്ടും. കസ്റ്റമർ ടിപ്പാണ് മെയിനായിട്ട് ഡെലിവറിയിൽ ശരിക്കും പറഞ്ഞാൽ ഉള്ളത്. നമുക്ക് കിട്ടുന്ന പൈസയിൽ 75% കസ്റ്റമറിൻ്റെ ടിപ്പാണ്. കസ്റ്റമറിൻ്റെ ടിപ്പ് എത്രത്തോളം കിട്ടുന്നോ അത്രയും നല്ലതായിരിക്കും നമുക്ക് ഏൺ ചെയ്യാനായിട്ട്. അത് മെയിനായിട്ട് ഇപ്പം ഞാൻ ചെയ്യുന്ന ഈ ഡോർഡാഷും ഗ്രബും ഓൾറെഡി കസ്റ്റമർ അതിൻ്റെ അകത്ത് ടിപ്പ് ഇടുന്നതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് എക്സ്ട്രാ ടിപ്പ് വരുന്നില്ല. അതായത് അവർക്ക് പിന്നെ ടിപ്പ് ആഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇല്ല. പക്ഷേ ഊബർ ഈറ്റ്സ് ഒക്കെ ചെയ്യുമ്പം കസ്റ്റമർ നമ്മൾ ഡെലിവറി ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴാണ്
കസ്റ്റമർ ടിപ്പ് ഇടുന്നത്. അപ്പോൾ നമ്മുടെ സർവീസ് നല്ലതാണെങ്കിൽ നമുക്ക് ടിപ്പ് കൂടുതലാവാൻ സാധ്യതയുണ്ട്. നമ്മുടെ സർവീസ് മോശമാണെങ്കിൽ ടിപ്പ് കുറയാനും സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇപ്പോഴും നമ്മൾ ധൃതി പിടിച്ചായിരിക്കും നമ്മൾ വണ്ടി ഓടിക്കുന്നത് ഫുൾ ടൈം. പക്ഷെ മാക്സിമം നമ്മൾ സ്പീഡ് ലിമിറ്റ് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക, ട്രാഫിക് റൂൾസ് എല്ലാം കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാത്ത പക്ഷം ഇവിടെ എന്നൊക്കെ പറയുന്ന നാട്ടിലെ പോലെയല്ല, എല്ലായിടത്തും തന്നെ പോലീസുകാരുണ്ടാവും. അപ്പം നമ്മൾ എവിടെയെങ്കിലും ഒരു പരിധിക്കുള്ള സ്പീഡ് ലിമിറ്റിലൊക്കെ കയറി നമ്മൾ അത്യാവശ്യമായിട്ട് ഡെലിവറിക്ക് പോകുന്നുണ്ടെങ്കിൽ നമ്മളെ കാര്യം എപ്പോഴും നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ടേക്ക് കെയർ ചെയ്യണം. എന്നിട്ടേ ഉള്ളൂ ഫുഡിൻ്റെ കാര്യം. അതായത് നമ്മൾ പോകുമ്പോൾ നമ്മളെപ്പോഴും സേഫായിട്ട് ആ ഒരു ലൊക്കേഷനിൽ എത്താൻ നമ്മൾ ശ്രമിക്കുക മാക്സിമം. നമ്മൾ ധൃതി പിടിച്ച് നമ്മൾ ട്രാഫിക് റൂൾസ് ഒന്നും നോക്കാണ്ട് നമ്മൾ പോയി എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഈ പറയുന്ന കസ്റ്റമേഴ്സിനോ ഈ പറയുന്ന ഡോഡാഷ് ആപ്പിനോ ഇല്ലെങ്കിൽ അവരുടെ സൈഡിൽ നിന്നോ അവരൊന്നും ചെയ്യില്ല. അതെല്ലാം നമ്മുടെ സൈഡിൽ നിന്ന് നമുക്ക് തന്നെ നഷ്ടപ്പെടുകയുള്ളൂ. അപ്പോൾ മാക്സിമം നമ്മൾ അതും നോക്കിയും കണ്ടും തന്നെ ഡെലിവറി ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പം നമ്മൾ ഡെലിവറി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കസ്റ്റമറിൻ്റെ ഡോറിൽ വെച്ചിട്ട് പിക്ചർ എടുത്ത് കസ്റ്റമറിന് സെൻഡ് ചെയ്തു. ഇപ്പം ഞാനിത് ഈ വീഡിയോയിൽ കസ്റ്റമറിൻ്റെ റൂം നമ്പറോ അങ്ങനെയൊന്നും കാണിക്കാത്തത് ഇതല്ല, ഒരു പ്രൈവസിയുടെ ഭാഗമായിട്ടാണ്. അപ്പം യൂഷ്വലി ഇതൊരു ബിൽഡിംഗ് നമ്പർ ഉണ്ടാവും, ആ ബിൽഡിംഗ് നമ്പറിൻ്റെ കീഴിൽ ഒരു യൂണിറ്റ് നമ്പറും ഉണ്ടാവും. അപ്പം നമ്മൾ ആ യൂണിറ്റ് നമ്പറിൽ നോക്കിയിട്ട് നമ്മൾ ഡെലിവറി ചെയ്യുക. അപ്പം ഞാൻ എന്തായാലും അടുത്ത ഡെലിവറിക്ക് പോകട്ടെ. അപ്പം നമ്മൾ ഡെലിവറി എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ടോട്ടൽ നമുക്ക് ഇന്ന് ഏൺ ചെയ്തത് 130 ആണ്. അതിൻ്റെ അകത്ത് നമുക്ക് കാണാം ഓൾറെഡി നമ്മൾ എത്ര ടൈം വർക്ക് ചെയ്തു, അതുപോലെ എത്ര ഡെലിവറി ചെയ്തു. ഞാൻ ഇന്നത്തെ ദിവസം ടോട്ടൽ 16 ഡെലിവറീസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസും ഏതൊക്കെ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് നമ്മൾ പിക്കപ്പ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ടിപ്സും ബാക്കിയുള്ള കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. സോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മേളിൽ കാണുന്ന ആ ബെല്ലൈക്കനും കൂടെ ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്കുക. അങ്ങനെയാണെങ്കിൽ എൻ്റെ പുതിയ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പം അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ ഫ്രം EJ Vlogs.